ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ആശയവും എന്ന് പറയുന്നത് ബിരിയാണി ചെമ്പാണ് എന്ന് പറയുന്നതിന് മടിയില്ലാത്ത അംഗങ്ങൾ ഉണ്ടാവുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സർ. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ലിൻഡോ സംസാരിക്കുന്ന മുസ്ലിം ലീഗ് MLA ആയിട്ടുള്ള എൻ നെല്ലിക്കുന്നിൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഇപ്പോൾ ബിരിയാണി ചെമ്പിനെ ചുറ്റിപ്പറ്റിയാണെന്ന് ഒരു ലീഗ് MLA തന്നെ സമ്മതിക്കുന്നത് വളരെ മോശമാണെന്നും ലിൻഡോ ജോസഫ് ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല മാത്യു കുഴൽനാടന് കൊടുക്കുന്ന മറുപടി കൂടിയുണ്ട് ലിൻഡോ ജോസഫിൻ്റെ ആ പ്രസംഗത്തിനകത്ത്. അദ്ദേഹത്തിൻ്റെ സഭയിലെ ആ വാക്കുകൾ, ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കണ്ടത്. ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നോക്കി കണ്ടിരുന്നത്. എന്നാൽ കാസർകോട്ടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ നെല്ലിക്കുന്ന് ഇവിടെ പറഞ്ഞത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും ഞങ്ങളുടെ ആശയവുമെല്ലാം ഭക്ഷണമാണ് എന്നുള്ളതാണ്. ആ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ക്യാമ്പയിൻ്റെ ഭാഗമായി ആളുകളെ ക്ഷണിക്കുന്നത് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് സാർ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ആശയവും എന്ന് പറയുന്നത് ബിരിയാണി ചെമ്പാണ് എന്ന് പറയുന്നതിന് മടിയില്ലാത്ത അംഗങ്ങൾ ഉണ്ടാവുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സർ. സാർ, മറ്റൊന്ന്, എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴ ബഹുമാനപ്പെട്ട അംഗം, അദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് ഇടതുപക്ഷത്തിന് വൈകിയാണ് ബുദ്ധി വരുന്നത്. അതിൻ്റെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നു. അതുകൊണ്ട് കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം അവതരിപ്പിച്ച് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ ചിന്തിച്ചു, എന്താണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും പരിശോധിക്കണമല്ലോ സർ. അദ്ദേഹം പ്രദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇന്നത്തെ കാലഘട്ടത്തിന് ഉതകുന്ന നിലയിലുള്ള വികസന കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലാണ് എങ്കിൽ എന്തുകൊണ്ടാണ് സാർ കേരളയിൽ വരുമ്പോൾ കേരളിൻ്റെ മഞ്ഞക്കുറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഹ്ലാദ നൃത്തം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ കഴിയുന്നു സാർ? കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ടോ? ആ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല സാർ. അതുകൊണ്ടാണല്ലോ ദേശീയപാതയുടെ വികസനം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് അംഗീകരിച്ച് 30 മീറ്ററെങ്കിൽ 30 മീറ്റർ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനം നടത്തിയിട്ടും മുൻ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ദേശീയപാതയുടെ വികസനം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ ദേശീയപാത അതോറിറ്റിക്ക് ഓഫീസ് പൂട്ടിപ്പോകേണ്ടുന്ന ഗതികേടുണ്ടായത്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത് കാഴ്ചപ്പാടാണ് സാർ? കേരളയിൽ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്തുതരം രാഷ്ട്രീയ വികസന കാഴ്ചപ്പാടാണ് സാർ? എൻ്റെ നാട്ടിലൂടെ കടന്നു പോകുന്ന ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വയനാട് ജില്ലക്കാർക്ക് ഏറ്റവും ആവശ്യമായ ഒരു പദ്ധതി ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഏതുതരം നിലപാടാണ് സാർ? ദേശീയപാതയുടെ വികസനം വരുമ്പോൾ വയൽക്കിളികൾക്കൊപ്പം വയൽ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തുന്ന കോൺഗ്രസിൻ്റെ നിലപാട് ഈ കാലഘട്ടത്തിന് ഉതകുന്ന നിലപാടാണോ എന്നത് ആത്മാർത്ഥതയോടുകൂടി പരിശോധിക്കേണ്ടത് മാത്യു കുഴൽനാടൻ്റെ പാർട്ടിയുമാണ് എന്നുള്ള കാര്യം ഇവിടെ സാന്ദർഭികവശാൽ ഇവിടെ സൂചിപ്പിക്കുകയാണ് സാർ. സാർ, അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, കേരളം വ്യവസായ രംഗത്ത് ഒന്നാമതാണ്. അത് അദ്ദേഹത്തിന് അംഗീകരിക്കാനേ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയ ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം ഉന്നയിക്കുന്നത് കേരളം ഒന്നാമതല്ല, ഞങ്ങൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നുള്ളതാണ്. സാർ, രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ വ്യവസായികൾ കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്തി ഈ കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും കേരളം പിറകിലാണ് എന്ന് പറയുന്ന മാനസികാവസ്ഥ ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാവുന്നതാണോ എന്നുള്ളത് നിങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഏതെല്ലാം നിലയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് വ്യവസായ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്? ഓട്ടോമേഷൻ രംഗത്ത് പ്രതികളായ ജർമ്മൻ കമ്പനി D-Space പ്രവർത്തനം ഈ കേരളത്തിലാണ് സാർ ആരംഭിച്ചത്. മാരിടൈം മേഖലയിൽ ലോകോത്തര കമ്പനിയായ കോങ്സ്ബർഗ് കേരളത്തിൻ്റെ ഓഫീസ് തുറന്നു സാർ. 300 കോടി രൂപ മുതൽ മുടക്കിൽ കേരളത്തിലെ ആദ്യ ക്രെയിൻ നിർമ്മാണ യൂണിറ്റ് തൃശ്ശൂരിലാണ് സാർ ആരംഭിച്ചത്. ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകത്തിൽ തന്നെ എയർ സ്പേസ് ഡിഫൻസ് മേഖലയിലെ പ്രധാനികളായ സഫ്രാൻ കേരളത്തിൽ അവരുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സാർ. 20 കോടി ചെലവിട്ട് കൊച്ചി സർവകലാശാലയിൽ സിന്തറ്റ് സ്ഥാപിക്കുന്ന ഇന്നവേഷൻ ലാബിന്റെ പ്രഖ്യാപനം നടത്തി സാർ. ഇങ്ങനെ എണ്ണി പറയാൻ വേണ്ടി കഴിയുന്ന
ലോകത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ, കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്ത യൂസഫ് അലിയെ പോലെ, രവി പിള്ളയെ പോലെയുള്ള നമ്മുടെ നാടിൻ്റെ ബിസിനസ് രംഗത്ത് കൈപിടിച്ചുയർത്തുന്ന നിരവധിയായിട്ടുള്ള നിക്ഷേപകർ ഈ കേരളത്തെക്കുറിച്ച് അഭിമാനബോധത്തോടുകൂടി സംസാരിക്കുമ്പോൾ കേരളത്തിലെ മുന്നോട്ട് നയിക്കേണ്ടതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, UDFൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കേരളം പിറകിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന വ്യഗ്രത അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ സഭ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സാർ, പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ പോലീസിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. രാജ്യത്തെ ക്രമസമാധാന പാലനത്ത് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് പോലീസിൻ്റെ ആത്മാർത്ഥതയെയും പോലീസിൻ്റെ അർപ്പണബോധത്തെയും ഏറെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട്. എന്നാൽ പോലീസിനിടയ്ക്ക് പോലീസുകാർക്കിടയിൽ ഉണ്ടാവുന്ന ചില തെറ്റായ പ്രവണതകളുണ്ട്. ആ പ്രവണതകളോട് മുഖം തിരിഞ്ഞ സമീപനമല്ല സ്വീകരിക്കുന്നത്. കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു കേരള ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ 108 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു ഗവൺമെന്റിന്റെ പേര് പിണറായി വിജയൻ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നുള്ളതാണ്. കാരണം തെറ്റുകാരായിട്ടുള്ള ആളുകളെ സേനയിൽ വെച്ചു പുറപ്പിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല സാർ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പോലീസ് സേനയിൽ വനിതകളുടെ അംഗബലം എന്ന് പറയുന്നത് കേവലം 6%. ഇപ്പോൾ അത് 11% സാർ. 20,000-ഓളം വരുന്ന ആളുകളെയാണ് ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലായി കേരളത്തിലേക്ക് പുതിയതായി റിക്രൂട്ട് ചെയ്ത് കേരളത്തിൽ സേനയിലേക്ക് പുതിയതായി റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഇങ്ങനെ ഏതെല്ലാം നിലയിൽ പോലീസ് സേനയെ കാര്യക്ഷമമാക്കുന്നതിന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ, പ്രത്യേകിച്ച് സൈബർ പോലെയുള്ള ക്രൈമുകളിൽ ഏറ്റവും ക്രിയാത്മകമായ നടപടികൾ സ്വീകരിച്ച് രാജ്യത്തിന് മാതൃകയാവുന്ന നിലയിൽ പോലീസ് സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മാറുകയാണ് സാർ. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹമാണ് ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ പോലീസിനെ ജനകീയമാക്കണം, ജനകീയ പോലീസാക്കി കേരളത്തെ മാറ്റണം. ജനമൈത്രി പോലീസ് എന്ന ആശയം അദ്ദേഹമാണ് മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു കുട്ടി പോലീസ് എന്നുള്ളത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനകരമായ ഒരു പദ്ധതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ പദ്ധതികളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് മനുഷ്യനും ഏത് അവസരത്തിലും എപ്പോൾ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് അവരുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ധൈര്യസമേതം പറയാൻ കഴിയുന്ന നിലയിലേക്ക് പോലീസ് സ്റ്റേഷനുകൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനുകളെ അങ്ങനെ മാറ്റിത്തീർക്കുന്നതിന് ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും സാർ. ഈ അവസരത്തിൽ വയനാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ജൂലൈ മാസം 30-ാം തീയതി ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തം, ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വരുന്ന 27-ാം തീയതി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ആ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിടാൻ വേണ്ടി പോവുകയാണ് സാർ. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് മാർച്ച് 27 നടക്കുന്നത്. ജൂലൈ മാസം 30-ാം തീയതി ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ ഭാഗമായി ആ നാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ച ഒരു അത്യുജ്വലമായ ഒരു പ്രവർത്തനമുണ്ട്. എങ്ങനെയൊക്കെ അതിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം UDFും മാധ്യമങ്ങളും എല്ലാവരും ചേർന്ന് നടത്തിയാലും ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. രാജ്യത്തിലേക്ക് കടന്നു വന്ന പ്രധാനമന്ത്രി നൈസമോളെ എടുത്തു ചേർത്ത് പിടിച്ച് നൈസമോളുടെ അവളുടെ സ്വപ്നങ്ങളെല്ലാം കേട്ടുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി ആ ദുരന്തമുഖത്തേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ലഭ്യമാകുമെന്ന് നമ്മൾ കരുതിയിരുന്ന നാളുകളായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. എന്നാൽ ആ നൈസമോൾക്ക് ഒരു പുത്തൻ ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ പോലുമുള്ള പണം അനുവദിക്കാത്തവരായി കേന്ദ്ര ഗവൺമെന്റ് മാറുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന നിലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പുനരധിവാസം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിന് സാധിക്കും. അതിനുവേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരെയും കൂട്ടിച്ചേർത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാവുന്ന നിലയിൽ എല്ലാവരും ചേർന്ന് കൈകോർത്ത് നിന്നതുപോലെ ആ ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെയും വിട്ടുപോവാതെ എല്ലാ മനുഷ്യന്റെയും ദുരിതങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുക. എല്ലാവരെയും കാത്തു സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ദുരന്ത ഘട്ടത്തിലാണ് ഹൈക്കോടതിക്ക് പോലും വിമർശിക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ കഴുത്തിന് പിടിച്ച് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ വന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചു, അതിന്റെ ഭാഗമായി 132 കോടി രൂപ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. ഇങ്ങനെ കേന്ദ്ര
കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവസാനിപ്പിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോഴും ആ ദുരിത മേഖലയെ ചേർത്ത് പിടിച്ച്, വയനാടിനെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ കരുതലോടുകൂടി ആ പ്രദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റിന് എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നാടിന്റെ ആകെ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.